ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുഹമ്മദ് റഫീഖ് ഫ്രം സെറ്റപ്പ് ക്രിയേറ്റീവ്സ്. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡുകൾ എങ്ങനെ വളരെ ഈസിയായി മേക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇത്തരം വിസിറ്റിംഗ് കാർഡുകൾക്ക് പ്രധാനമായും 3 ഭാഗങ്ങളാണ് വരുന്നത്. അതിലൊന്നാമതായി വരുന്നത് ഇതിൻ്റെ ഡിസൈനാണ്. ഡിസൈൻ ചെയ്യുന്നതിന് നാം സാധാരണ ഉപയോഗിക്കുന്ന ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചും നമുക്ക് ഡിസൈൻ ചെയ്യാം. ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, കോറൽ ഡ്രോ തുടങ്ങിയ ഡിസൈനിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചും നമുക്ക് ഇതിനെ ഡിസൈൻ ചെയ്യാൻ കഴിയും. അതിനുശേഷം വരുന്നത് ഇതിനെ ഒരു PDF ഫോർമാറ്റിലേക്ക് കൺവെർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നാം ഡിസൈൻ ചെയ്ത ഒരു ഫയലിനെ PDF ഫോർമാറ്റിലേക്ക് കൺവെർട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വരുന്നത്. മൂന്നാമതായി വരുന്നത് ഇത്തരം PDF ഫയലുകളിൽ ഹൈപ്പർ ലിങ്കുകൾ നൽകി ഇൻട്രാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെ വളരെ ഈസിയായി ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായി ഞാനിവിടെ ഡിസൈൻ ചെയ്ത ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ ഫയൽ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നാം ചെയ്യുന്നത് ഈ ഒരു ഡിസൈനിനെ ഒരു PDF ഫോർമാറ്റിലേക്ക് കൺവെർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ഞാൻ ഫോട്ടോഷോപ്പിൽ മെനു ബാറിൽ ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓട്ടോമേറ്റ് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം PDF പ്രസൻറ്റേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ വരുന്ന ഈ PDF പ്രസൻറ്റേഷൻ എന്ന ഈ ഓപ്ഷനിൽ ഏറ്റവും മുകളിൽ ആഡ് ഓപ്പൺ ഫയൽസ് നാം ടിക്ക് ചെയ്യുന്നു. അതിന് താഴെ കാണുന്ന എല്ലാ ടിക്കുകളും ഒഴിവാക്കുക. ശേഷം നമുക്ക് സേവ് ചെയ്യാം. ഇവിടെ ഞാൻ ഇത് സേവ് ചെയ്യുകയാണ്. ഇവിടെ കാണിക്കുന്ന ഈ ഒരു ഓപ്ഷനിൽ ഹൈ ക്വാളിറ്റി പ്രിൻ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ മാറ്റി സ്മോളസ്റ്റ് ഫയൽ സൈസ് സെലക്ട് ചെയ്യാം. ഇതിങ്ങനെ ചെയ്യുന്നത് നാം മൊബൈൽ വഴി സെൻഡ് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ സൈസിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ക്വാളിറ്റിയിൽ നമുക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും കാണാൻ കഴിയില്ല. ശേഷം നമുക്ക് സേവ് PDF ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു PDF ഫയലിലേക്ക് എങ്ങനെ ഹൈപ്പർ ലിങ്കുകൾ ആഡ് ചെയ്യാമെന്നുള്ളതാണ് നാം നോക്കുന്നത്. ഇതിനായി ഇന്ന് PDF എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന നിരവധി സോഫ്റ്റ്വെയറുകളും വെബ്സൈറ്റുകളും നിലവിലുണ്ട്. അഡോബ് അക്രോബാറ്റ് പ്രോ, നിട്രോ പ്രോ തുടങ്ങിയവ ഇതിൽ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകളാണ്. പക്ഷേ ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഓൺലൈനായിട്ട് ഈ ഒരു PDF എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റാണ്. അതിനായി ഞാൻ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. pdfescape.com. ഇവിടെ നിങ്ങൾക്ക് കാണാം pdfescape.com. ഈ ഒരു സൈറ്റ് നാം ഓപ്പൺ ചെയ്യുന്നു. ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൽ നിന്നും ഫ്രീ ഓൺലൈൻ എന്നുള്ള ഈ ഓപ്ഷൻ നാം ക്ലിക്ക് ചെയ്യുകയാണ്. ഫ്രീ ഓപ്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നുള്ള ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കും. ഇവിടെ നിന്നും അപ്ലോഡ് PDF ടു PDF എസ്കേപ്പ് എന്നുള്ള ഈ ഓപ്ഷനാണ് നാം സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ PDF ഫയലിനെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അടുത്തതായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ചൂസ് ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ ഫയൽ സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്. ഇവിടെ നിന്നും നമ്മുടെ ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നാം ഓപ്പൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ PDF ഫയൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഫയൽ ഈ സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നാം ചെയ്യുന്നത് ഇതിലേക്ക് ലിങ്കുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും നമുക്ക് ഫോൺ നമ്പർ, വാട്സപ്പ്, ഇമെയിൽ, ലൊക്കേഷൻ, യൂട്യൂബ്, വെബ്സൈറ്റ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇത്രയും ലിങ്കുകളാണ് നാം ആഡ് ചെയ്യുന്നത്. അതിനായി നമുക്ക് ഇതിൻ്റെ ഇടതുഭാഗത്ത് ലിങ്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ലിങ്ക് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലിങ്കുകൾ ആഡ് ചെയ്യേണ്ട ഭാഗത്ത് നമുക്ക് മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യാം. ഞാനവിടെ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് യൂട്യൂബാണ്. യൂട്യൂബ് നാം ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ലിങ്ക് പ്രോപ്പർട്ടീസ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായി ഞാനൊരു യൂട്യൂബ് വീഡിയോ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നിന്നും നമുക്ക് യൂട്യൂബിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാം. ശേഷം നമുക്ക് ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് വെബ്സൈറ്റ് ലിങ്കാണ്. വെബ്സൈറ്റിനും അതുപോലെ തന്നെ ഇവിടെ ഇത്രയും ഏരിയയിൽ നമുക്ക് എത്ര ഏരിയ ആണോ ക്ലിക്ക് ചെയ്യേണ്ടത് അത്രയും ഏരിയയിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇതിനായി ഞാൻ ഇവിടെ നിന്ന് ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുന്നു. ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നാം ആഡ് ചെയ്യുന്നത് ഫേസ്ബുക്ക് ID ആണ്. ഫേസ്ബുക്കിനായി ഇവിടെ സെലക്ട് ചെയ്യുക.
ഫേസ്ബുക്കിൻ്റെ ലിങ്ക് നമുക്കിവിടെ കോപ്പി ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നിന്ന് ഒരു ലിങ്ക് കോപ്പി ചെയ്യുന്നു. ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം നാം ആഡ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. ഇൻസ്റ്റാഗ്രാമായി നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമുക്ക് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ലൊക്കേഷനാണ്. ലൊക്കേഷനായി നമ്മൾ എത്ര ഭാഗമാണോ നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ട അത്രയും ഏരിയയിൽ നാം സെലക്ട് ചെയ്യുക. ഓക്കെ. അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ്റെ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാം. ഇവിടെ നിന്ന് ഞാനൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗൂഗിൾ മാപ്പിൽ നിന്നും ഈ ഷെയർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ ലൊക്കേഷൻ്റെ ലിങ്ക് നമുക്ക് കിട്ടും. ഇവിടെ നിന്നും കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലൊക്കേഷൻ്റെ ലിങ്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഇമെയിൽ അഡ്രസ്സാണ്. ഇമെയിലിനായി നാം അത്രയും ഏരിയയിൽ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ലിങ്ക് പ്രോപ്പർട്ടീസ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഇമെയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇമെയിൽ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ മറ്റുള്ള ലിങ്കുകൾ നൽകിയതുപോലെയല്ല. ഇമെയിൽ ഐ ഡിക്കായി ആദ്യം മെയിൽ ടു എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു കോളനും കൂടി എൻ്റർ ചെയ്ത ശേഷം നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കാണുന്നതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുകയാണ്. നമുക്കിതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നാം ആഡ് ചെയ്യുന്നത് വാട്സപ്പാണ്. വാട്സപ്പിനായി ഇത്രയും ഏരിയ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുന്നു. വാട്സപ്പിൻ്റെ ലിങ്ക് വരുന്നത് ഇതേ രീതിയിലാണ്. https://wa.me/ അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ, കൺട്രി കോഡ് ഉൾപ്പെടെ എൻ്റർ ചെയ്യുക. ഇതാണ് വാട്സപ്പിൻ്റെ ലിങ്ക് നൽകുന്നതിനുള്ള ഫോർമാറ്റ്. ഞാനിവിടെ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുകയാണ്. ആ ലിങ്ക് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് മൊബൈൽ നമ്പറാണ്. അതിനായി നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം. മൊബൈൽ നമ്പറിൻ്റെ ഫോർമാറ്റ് വരുന്നത് ഇങ്ങനെയാണ്. TEL: അതിനുശേഷം നമ്മുടെ കൺട്രി കോഡ് ഉൾപ്പെടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. TEL: കൺട്രി കോഡ് ഉൾപ്പെടെ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫയലിനെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനായി ഞാൻ ഇതിൻ്റെ ഇടതുഭാഗത്ത് സേവ് ആൻഡ് ഡൗൺലോഡ് PDF എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്നും ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നാം ലിങ്കുകൾ ആഡ് ചെയ്തതിൽ എന്തെങ്കിലും ഒരു എഡിറ്റിംഗ് ആവശ്യമാണെങ്കിൽ നാം സെലക്ട് ചെയ്ത ആ ഏരിയയിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തി വീണ്ടും ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ലിങ്കുകൾ ആഡ് ചെയ്ത ഈ PDF ഫയലിനെ ഒരു വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം. അതിനായി ഞാൻ ഡെസ്ക്ടോപ്പിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഫയൽ അറ്റാച്ച് ചെയ്യാം. സെൻഡ് ഇറ്റ്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു PDF വിസിറ്റിംഗ് കാർഡിൻ്റെ ഡിസൈൻ ഫയൽ PSD ആയും PDF ആയും ഞാൻ ഇതിൻ്റെ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി നിങ്ങളൊരു ഡിസൈനർ അല്ല എങ്കിൽ ഡിസൈൻ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കായി ഞാനിവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി ഇത്തരത്തിലുള്ള വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നിരവധി വീഡിയോസ് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത്തരം വീഡിയോകൾക്കായി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.